ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ ഭാസ്കരൻ, അഭിവന്ദ്യനായ പാർട്ടിയുടെ സീനിയർ നേതാവ് ശ്രീ കെ നാരായണ മാസ്റ്റർ, ശ്രീ ദേവദാസ് മാസ്റ്റർ, രാജേഷ് പുത്തഞ്ചേരി, കിഷോർ മാസ്റ്റർ, കെ നാരായണ മാസ്റ്റർ, രാജേഷ് കായണ്ണ, ശോഭ രാജൻ, രാജേന്ദ്രൻ കുളങ്ങര, ശ്രീമതി ശാന്ത, സോമൻ നമ്പ്യാർ, സോൾ മാസ്റ്റർ, സജീവൻ, ജയപ്രകാശ്, ബാബു, ഷേഖ് ഹായ്, ഇവിടെ സ്വാഗതം പറഞ്ഞ പവിത്ര മാസ്റ്റർ തുടങ്ങി വേദിയിലും സദസ്സിലും ഉപേക്ഷിച്ചായിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഒരു 10-20 ദിവസമായി തുടർച്ചയായി പ്രസംഗിച്ച് ശബ്ദമൊക്കെ കുറച്ച് മങ്ങിയിരിക്കുകയാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 26-ന് രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെല്ലുക, ക്യൂ നിന്ന് ഉച്ച വെയിലിന് മുമ്പ് നമ്മുടെ മുഴുവൻ വോട്ടും പെട്ടിയിലാകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ജാഗ്രത നിങ്ങളെല്ലാവരും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ മത്സരിപ്പിക്കുന്നത് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നേതാവ് MD രമേശാണ്. MD രമേശിന്റെ ആ പ്രകാശം പരത്തുന്ന ചിരി കണ്ടാൽ മതി, നമ്മുടെ എതിരാളികൾ പോലും വോട്ട് ചെയ്യും. അദ്ദേഹത്തിന് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഉടനെ നമ്മുടെ എതിരാളികൾ പോലും പറഞ്ഞത് BJP സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്ന ആരാ പറഞ്ഞറിയോ? കണ്ണൂരിലെ ജയരാജന്മാരിൽ ഒരു മൂപ്പൻ ജയരാജൻ. കണ്ണൂരിൽ ഒരുപാട് സൈസ് ജയരാജന്മാരുണ്ട്, നിങ്ങൾക്കറിയാം. വെട്ടുകൊണ്ട ജയരാജൻ, ശുംഭൻ ജയരാജൻ, വെടികൊണ്ട ജയരാജൻ. ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൽ വെടികൊണ്ട ജയരാജൻ സാക്ഷാൽ EP ജയരാജൻ പറഞ്ഞു BJP സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നതാണ്. ഏറ്റവും അവസാനം നമ്മുടെ വയനാട് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഞെട്ടിപ്പോയി. ഈ ഗ്രാമം ജന്മം നൽകി കേരളം വളർത്തിയെടുത്ത് ഇന്ന് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് KS സുരേന്ദ്രനെ തന്നെ രാഹുൽ ഗാന്ധിയെ കിടുകിട വിറപ്പിക്കാൻ വയനാട്ടിൽ ഇറക്കിയതോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി ടീം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ മുഴുവൻ പ്രശംസയും തുടക്കത്തിൽ തന്നെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 2ാമത്തെ സംഗതി, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു ജനങ്ങളുടെ ഒരു ചിന്ത, ഉറപ്പായിട്ടും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ല, നമ്മുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ സാധ്യതയില്ല എന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ തിരിച്ചറിഞ്ഞു. പക്ഷെ ഒരു സംശയമുള്ളൂ, മോദിജി 3ാമതും അധികാരത്തിൽ വരുമ്പോൾ 400 സീറ്റ് നേടിയിട്ടാണ് വരിക, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സീറ്റ് നേടിയിട്ടാണ് വരിക എന്നതിനെ സംബന്ധിച്ച് മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ തർക്കമുള്ളൂ, ചർച്ചയുള്ളൂ. പക്ഷെ അതിനൊപ്പം ഈ കേരളത്തിൽ എന്ത് സംഭവിക്കും, അതാണ് എല്ലാവരുടെയും ഒരു ഉത്കണ്ഠ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളം മുഴുവൻ ഓടി നടന്ന ഒരു പാർട്ടി കാര്യകർത്താവ് എന്ന നിലയിൽ എന്റെ മനസ്സ് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല കുറേ സീറ്റിൽ വിജയിച്ചു വരും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ ഭാസ്കരൻ പറഞ്ഞതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ ഇലക്ഷനിൽ മത്സരിച്ച ഒരു പകയനാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ട്രെൻഡ് കാണുമ്പോൾ
എനിക്കങ്ങനെയാണ് തോന്നുന്നത്. മാത്രമല്ല, സാധാരണ കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൽ BJP ഒരു ജയിക്കുന്ന പാർട്ടിയായിട്ട് നമ്മളാളുകൾ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മളാളുകൾക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ സ്ഥിതി? ചായക്കടകളിലും വായനശാലകളിലും മാത്രമല്ല, നാഷണൽ ലെവലിലുള്ള സർവേ റിപ്പോർട്ടുകളിലും, എന്തിനേറെ പറയുന്നു, കേരളത്തിലെ വലിയ രാഷ്ട്രീയ നിരീക്ഷകരും പണ്ഡിതരും നടത്തുന്ന ചാനൽ ചർച്ചകളിലെല്ലാം BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് ഈ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ ചർച്ച. ആദ്യം തിരുവനന്തപുരമാണ് ജയിക്കുക, അല്ല തൃശ്ശൂരാണോ, പത്തനംതിട്ട എത്ര മണിക്ക് ജയിക്കും എന്നൊക്കെയാണ് ചർച്ച. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ാം തീയതി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ പിണറായി വിജയന്റെ പാർട്ടി കേരളത്തിൽ 6 മണ്ഡലങ്ങളിലെങ്കിലും 3-ാം സ്ഥാനത്താകും എന്നത് കട്ടായമാണ്. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് വെറുപ്പാണ് ഈ പിണറായി വിജയനോട്. CPM-നോട് ആളുകൾക്ക് അത്രമാത്രം വെറുപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, CPM-ന് ജാഥയ്ക്ക് പോകുന്നവർ പോലും അവർക്കെതിരായി വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ ഐശ്വര്യം ആരാണ്? അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഞങ്ങളുടെ കണ്ണൂർക്കാര് വിശ്വാസികളുടെ വീട്ടിന് മുമ്പിൽ എഴുതി വെക്കും, ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ മുത്തപ്പൻ. അതുപോലെ ഈ പുണ്യഭാരതത്തിന്റെ ഐശ്വര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ നേതാവാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ ആളുകൾക്ക് ഇഷ്ടമായത്? സാധാരണ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മക്കൾക്കൊന്നും രാഷ്ട്രീയത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പ്രത്യേകിച്ച് പുതിയ തലമുറ. അത് സത്യം. എൻ്റെ 2 മക്കൾക്കും അവർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. നമ്മൾ ഇങ്ങനെ കുത്തി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഓർമ്മ സംബന്ധിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ആ തലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷനിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത നിങ്ങൾ അറിയുമോ? ലോകത്തിലെ പുതിയ തലമുറയെ ഏറ്റവും കൂടുതൽ സജീവം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മളൊക്കെ വയസ്സന്മാരൊക്കെ ഫേസ്ബുക്കിലാണ് സജീവം, പക്ഷെ അതിൽ ഇൻസ്റ്റാഗ്രാമിലാണ്. ആ ഇൻസ്റ്റാഗ്രാമിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ പിന്തുണയുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്ന് അറിയുമ്പോൾ, നരേന്ദ്രമോദി ഈ ന്യൂ ജനറേഷനെ പോലും സ്വാധീനിച്ച ഒരു വലിയ നേതാവാണ്. എന്തുകൊണ്ടാണ് അത് സാധിച്ചത് എന്നാണ് നമ്മൾ വിശകലനം ചെയ്തത്. വളരെ കൃത്യമാണ്. ഒന്ന്, രാഷ്ട്രീയത്തിൽ വലിയ മൂല്യച്യുതിയുടെ കാലത്താണ് നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ രാഷ്ട്രീയത്തിന്റെ അന്തസ്സ് ഉയർത്താൻ, പൊതുപ്രവർത്തനത്തിന്റെ അഭിമാനമുയർത്താൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നതുപോലെയാണ് നരേന്ദ്രമോദിയുടെ ജീവിതം. നരേന്ദ്രമോദിയുടെ മൈക്ക് നല്ല മൈക്കാണ്, എന്റെ കുഴപ്പം. നരേന്ദ്രമോദിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. ജീവിതം മുഴുവൻ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ജീവിതം മുഴുവൻ ഒരു സന്യാസിയെ പോലെ നാടിന് വേണ്ടി സമർപ്പിച്ച നേതാവാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദി 18 മണിക്കൂറാണ് വിശ്രമമില്ലാതെ ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യസന്ധതയാണ്. നമ്മുടെ നാട് നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി രാഷ്ട്രീയത്തിലെ അഴിമതിയാണ്, കമ്മീഷനാണ്, കൈക്കൂലിയാണ്. ഒരുപക്ഷെ കൈക്കൂലിയും അഴിമതിയും കമ്മീഷനും ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനെത്രയോ മുമ്പ് ഇന്ത്യ ഇതിനേക്കാൾ വലിയ ഒരു വികസിത സമൂഹമായി മാറുമായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ അഴിമതി എങ്ങനെ കുറക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതിൽ കേവലം രാഷ്ട്രീയക്കാർ നടത്തുന്ന ബോഫേഴ്സ് കുംഭകോണം, 2G സ്പെക്ട്രം കുംഭകോണം, കൽക്കരി കുംഭകോണം, ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലും ഒക്കെ നടത്തുന്ന ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അഴിമതി മാത്രമല്ല. രാജീവ് ഗാന്ധി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് 100 രൂപ പാവങ്ങൾക്ക് കൊടുത്താൽ 15 രൂപ അക്കൗണ്ടിലെത്തും. ആ പാവങ്ങളുടെ ക്ഷേമ പദ്ധതികൾ പോലും
അടിച്ചു മാറ്റുന്ന രാഷ്ട്രീയക്കാരുടെ നാടായിരുന്നു ഇന്ത്യ, ഉദ്യോഗസ്ഥന്മാരുടെ നാടായിരുന്നു ഇന്ത്യ. അത് പരിഹരിക്കാനുള്ള ടെക്നിക്കാണ് ആദ്യം നരേന്ദ്രമോദി കണ്ടുപിടിച്ചത്. അതാണ് ജൻധൻ അക്കൗണ്ട്. മോദിജി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ആനുകൂല്യങ്ങളും ബാങ്ക് വഴി നൽകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പ്രശ്നം, നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഏകദേശം അന്ന് മോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 2.5 കോടി ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ. മോദി ജനങ്ങളോട് പറഞ്ഞു, ആധാർ കാർഡ് പോലെ നിർബന്ധമാണ് ഒരു കുടുംബത്തിന് ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ അത് വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് 60 കോടി ഇന്ത്യക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നരേന്ദ്രമോദി ആനുകൂല്യങ്ങളെല്ലാം ബാങ്ക് വഴി കൊടുത്തു. അത് തുടങ്ങിയത് കൊറോണ സീസണിലാണ്. അന്ന് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് 500 പിടിച്ചു കൊടുത്തു തുടങ്ങി. പിന്നീട് നിരവധി ക്ഷേമ പദ്ധതികൾ വന്നു. ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, കൃഷി സമ്മാൻ നിധി അവസാനത്തെ വീട് കൂട്ടി ചേർത്താൽ 34,000 രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിൽ വന്നു. എത്ര പേരുടെ അക്കൗണ്ടിലാണ് വന്നതെന്നറിയാം? ഇന്ത്യയിൽ 34 കോടി ആളുകളുടെ അക്കൗണ്ടിലാണ്. കേരളത്തിൽ 32 ലക്ഷം അക്കൗണ്ടിലേക്കാണ്. MD രമേശ് മത്സരിക്കുന്ന കോഴിക്കോട് ലോകസഭയിൽ മാത്രം 2,35,000 കൃഷിക്കാരുടെ അക്കൗണ്ടിൽ 34,000 രൂപ വന്നു. ഒരു നയ പൈസ ചോർന്നില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ടെക്നിക്ക്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു വലിയ കണ്ടുപിടുത്തം നരേന്ദ്രമോദി നടത്തി. നിങ്ങൾക്ക് ഇതിനെ സീരിയസ് ബോധ്യപ്പെടില്ല. നിങ്ങളറിയാം, പിണറായി വിജയന്റെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സഹകരണ മേഖലയിൽ ബിൽ കളക്ടർമാരെ സഖാക്കന്മാരെ ഏൽപ്പിച്ചു. എന്ത് പോയത്താണ്. അവര് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഈ കാശും ഇങ്ങനെ കച്ചത്ത് വെച്ചിട്ട് അത് കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണൂരിൽ ഇരുട്ടിയിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അശോകന്റെ ഭാര്യ അവിടുത്തെ ബാങ്കിലെ ബിൽ കളക്ടറായിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ? 100കണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുത്തില്ല. ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിച്ചു. ഇലനക്കല്ല ചിരി നക്കുക എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഭയാനകമായ, നിന്ദ്യമായ, നികൃഷ്ടമായ സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇപ്പോഴും തലയിൽ ആൾതാമസമില്ല എന്ന് മാത്രമേ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ നരേന്ദ്രമോദി എല്ലാ ക്ഷേമ പദ്ധതികളും ഇപ്പോൾ വളരെ സുതാര്യമായി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നരേന്ദ്രമോദി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായത് അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ സമയത്താണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ അഴിമതിയുടെ ഒരു വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ കേരളത്തിലെ മാസപ്പടി വിവാദം, അതുപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്ത്, അത് റിവേഴ്സ് ഡോളർ കള്ളക്കടത്ത്, അങ്ങനെ നിരവധി കേസുകൾ ഇവിടെയുണ്ട്. അതൊക്കെ അന്വേഷണത്തിനാണ്. പക്ഷെ നിങ്ങൾ അറിയുമ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിയത് 2000 കോടി രൂപയുടെ അഴിമതിയാണ്, മദ്യത്തിന്റെ അഴിമതി. അദ്ദേഹത്തിന്റെ മദ്യനയം എങ്ങനെയാണ് കാശുണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ നോക്ക്, ആരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ? നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഫാനായി മാറുന്ന ചെറുപ്പക്കാരെല്ലാം ആദ്യം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഫാനായിരുന്നു. കാരണം അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് 2G സ്പെക്ട്രത്തിന്റെ കോൺഗ്രസിന്റെ അഴിമതി രാജ്യത്തെ കാലത്ത് ആ അഴിമതിക്കെതിരെ ചൂടുമെടുത്തു വന്ന അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് ഒരുപക്ഷെ ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മഹാമുന്നേറ്റമായിരുന്നു. ആ കൂട്ടത്തിൽ പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാൾ ഒരു വലിയ ദുരന്തമാണ് രാഷ്ട്രീയത്തിൽ കണ്ടത്. അധികാരം ഒരു മനുഷ്യനെ ഇത്ര പെട്ടെന്ന് നശിപ്പിച്ചത് അത് ഭയാനകമായിട്ടാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയം വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ മദ്യം 1 വർഷം 34 ദിവസം അടവായിരുന്നു, അവധിയായിരുന്നു. എത്ര? 34 ദിവസം. ആ 34 ദിവസം കള്ളുഷാപ്പ് തുറക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പുതിയ നയത്തിൽ എന്താക്കിയെന്നറിയാം? 3 ദിവസമായി ചുരുക്കി. അങ്ങനെയാ കാശുണ്ടാക്കിയത്. 18 വയസ്സ് 21 വയസ്സിലാക്കി മദ്യം വാങ്ങാൻ പറ്റൂ, അത് 18 വയസ്സാക്കി മാറ്റി. അങ്ങനെയാണ് കാശുണ്ടാക്കിയത്. ഡൽഹിയിൽ രാത്രി 11 മണി വരെയാണ് കള്ളുഷാപ്പ് തുറന്നു വെച്ചത്. അത് അദ്ദേഹം 3 മണി വരെ നിർത്തി. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലിക്കർ അഴിമതി നടത്തി പിടിക്കപ്പെട്ടു, ജയിലിലായതിനു ശേഷം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഇറങ്ങുമെന്ന് തന്നെ സംശയമാണ്. നിങ്ങൾ വിചാരിക്കും നരേന്ദ്രമോദി ചെയ്യുന്നതാണ് എന്ന് ദ്രോഹിക്കുന്ന അല്ല, കയ്യിലിരിക്കുന്ന കുഴപ്പമാണ്. അദ്ദേഹം തിഹാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നു. അങ്ങ് കനഡയിൽ നിന്ന് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേതാവ് ഗുരുപന്ത് സിംഗ് പന്ന എന്ന് പറയുന്ന
പറഞ്ഞിരിക്കുന്നു, ഈ അരവിന്ദ് കെജ്രിവാൾ എന്റെ കയ്യിൽ നിന്ന് 130 കോടി അടിച്ചു മാറ്റിയത്. 130 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അഴിമതിക്കാർക്ക്. പക്ഷേ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. പഞ്ചാബിലെ ജയിലിൽ നിന്ന് ഖലിസ്ഥാൻ തീവ്രവാദികളെ തുറന്നു വിടുന്നതിനുള്ള കൈക്കൂലിയാണ്. പ്രിയപ്പെട്ട കോൺഗ്രസ്, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, അരവിന്ദ് കെജ്രിവാൾ രാജ്യദ്രോഹിയാണ്, ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഏജന്റാണ്. അദ്ദേഹം രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്റെ രാഘവേട്ട എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. ഏട്ട ഇക്ക എന്നൊന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല. വോട്ടിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ തലമുറയെ പഴയതുപോലെ പറ്റിക്കാൻ സാധിക്കില്ല. മിസ്റ്റർ രാഘവനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകുന്നു. നിങ്ങൾക്ക് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ ആത്മാവ് പോലും നിങ്ങളോട് പൊറുക്കൂല. ഇന്ദിരാഗാന്ധിയെ നിഷ്ഠുരമായി കൊന്നൊടുക്കിയ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഏജന്റിനെയാണ് കോൺഗ്രസ് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അഴിമതി പ്രശ്നം മാത്രമല്ല, അദ്ദേഹം രാജ്യദ്രോഹിയാണ്. ഇന്ത്യയിൽ പല മുഖ്യമന്ത്രിമാരെ പിടിച്ച് അകത്തിട്ടിരുന്ന ലാലു പ്രസാദിനെ CBI പിടിച്ച് അകത്തിടുമ്പോൾ CBI-യെയും ED-യെയും നിയന്ത്രിച്ചത് നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ല. പക്ഷേ നിരവധി രാഷ്ട്രീയക്കാരുടെ മുഖ്യമന്ത്രിമാരെ ED പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിലും അമേരിക്കൻ CIA സപ്പോർട്ട് ചെയ്ത, പ്രതിഷേധിച്ച ഒരേ ഒരു നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. ഇദ്ദേഹം ഈ രാജ്യത്തിന്റെ ഒരു അപകടകാരിയായ ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയ ദിവസം ഒരു ഭയങ്കര തമാശയുണ്ടായി ഡൽഹിയിലെ തീഹാർ ജയിലിൽ. നമ്മുടെ നാട്ടിലെ പത്രങ്ങളും TV-യൊന്നും അത് റിപ്പോർട്ട് ചെയ്യില്ല. അവരെല്ലാം കെജ്രിവാളിന്റെ ആളായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാള് തീഹാർ ജയിലിലേക്ക് പോവുക, കടന്നു വരികയാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചത് ആരാന്നറിയാം? 2 ചെറുപ്പക്കാർ, 2 ഗുണ്ടന്മാര്. നമ്മുടെ നാട്ടിലെ ഗുണ്ടന്മാര് എന്ന് പറയുന്ന ചെറുപ്പക്കാർ. ആ 2 ചെറുപ്പക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചത് സലാം ചൊല്ലിയിട്ടാണ്. അസ്സലാമു അലൈക്കും അരവിന്ദ് കെജ്രിവാൾ. ഇയാളിങ്ങനെ വിളിച്ചു നോക്കാം. അപ്പൊ ആരാന്നറിയോ? ഇവിടെ കേരളത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി നിരോധിച്ചൊരു സംഘടനയുണ്ട്, പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ മലപ്പുറത്ത് നിന്നുള്ള 2 ഗുണ്ടന്മാർ അസ്സലാമു അലൈക്കും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. തീവ്രവാദികളും അഴിമതിവാദികളെയും ഒരേ സെല്ലിൽ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യം ചേരാൻ രാഘവ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളിവിടെ പറഞ്ഞെടുക്കാണ് ഞാൻ വല്ല സനാതന ഹിന്ദു ധർമ്മത്തിന്റെ ആളാണ് മിസ്റ്റർ രാഘവൻ. ഈ പോപ്പുലർ ഫ്രണ്ടിൽ ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവിളിപ്പിച്ച മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട്. ആരെ കാലം? ഹിന്ദുക്കളുടെ കാലം, ക്രിസ്ത്യാനികളുടെ കാലം വരുന്നുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ച ഈ ജിഹാദി കൂട്ടങ്ങൾ, ആ ജിഹാദി കൂട്ടങ്ങൾ നിരോധിച്ച് തടവിലിട്ട നേതാവാണ് ആണവത്തിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പക്ഷേ അവരുടെ ഒരു ചെറിയ രൂപ ഇപ്പോഴും SDP എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സംഘടന. അവരുടെ പിന്തുണ നേടിയിട്ടാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. നമ്മുടെ കരീമുക്ക മത്സരിക്കുന്നത് സാക്ഷാൽ ഭീകരവാദി അബ്ദുൽ നാസർ മദനിയുടെ PDP-യുടെ പിന്തുണയോട് കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയ ശാസ്ത്രം കണക്ക് ശാസ്ത്രം പോലെയല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ തലവരെ തിരിപ്പിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പൊ വളരെ വളരെ സംക്ഷിപ്തമായി ഞാൻ പറയട്ടെ ഉള്ളേരിക്കാരോട്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷണി അഴിമതിവാദികളാണ്, തീവ്രവാദികളാണ്. അഴിമതിവാദികളെയും തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യാൻ പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഒരു രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തിപകരാൻ നമ്മുടെ പ്രിയപ്പെട്ട MD രമേശ് ചെന്നിത്തല തെരഞ്ഞെടുക്കണം. നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ ചെറുപ്പക്കാരുടെ ഹരമാകാൻ കാരണം അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ നിലപാട് തന്നെയാണ്. അഴിമതിക്കാർക്ക് ഒന്നും ഇപ്പോ നല്ല 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 മാനസിക അവസ്ഥയല്ല. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമലയിടത്തി കെട്ടിയോള് വീശിക്കൊടുത്തിട്ടും ഉറക്കം കിട്ടുന്നില്ല.
മിസ്റ്റർ പിണറായി, ഉപ്പ് തിന്നവനൊക്കെ വെള്ളം കുടിക്കും, ഞങ്ങൾ കുടിപ്പിക്കും. മിസ്റ്റർ പിണറായി, ഈ കേരളത്തിൽ 1600 പെൻഷൻ കിട്ടാതെ പട്ടിണി കിടക്കുന്ന മേരിക്കുട്ടി അമ്മമാർ പിച്ച ചട്ടിയുമായി തെരുവ് തള്ളുന്ന നാട്ടിൽ നിങ്ങളുടെ പൊന്ന് മോൾ വീണ വിജയൻ കരിമണൽ അഴിമതിക്കാരൻ കർത്തയിൽ നിന്ന് ഓരോ വർഷവും വാങ്ങിയത് 1.25 കോടി രൂപയാണ്. പണ്ട് നമ്മള് സ്ഥിരം പ്രസംഗിക്കാറുണ്ട്, റോം കത്തിയെറിയുമ്പോൾ വീണ വായിച്ച റോമാ ചക്രവർത്തിയെ പോലെ ഇവിടെ പെൻഷൻ കിട്ടാതെ പാവങ്ങൾ പട്ടിണിയെടുക്കുമ്പോൾ വീണ വിജയന്റെ വാപ്പ ഇവിടെ വീണ വായിക്കുകയാണ്. മോളെ, ഈട് പുറപ്പെട്ടിട്ടുണ്ട് നിന്റെ ക്ലിഫ് ഹൗസിലേക്ക്. ഒരഴിമതിക്കാരെയും വെറുതെ വിടില്ല എന്നുള്ള നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, കേരളം ആധുനിക കാലത്ത് കണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന അഴിമതി സഹകരണ രംഗത്തുള്ള അഴിമതിയാണ്. കരിവന്നൂർ കണ്ടല ബാങ്ക്, നമ്മുടെ ബത്തേരിയിലെ ബാങ്ക്, വയനാട്ടിലെ കോൺഗ്രസുകാരുടെ ബാങ്കിന്റെ ഞാൻ പേര് ഞാൻ മറന്നുപോയി. ഏതാണ് ബാങ്ക്? KPCC ജനറൽ സെക്രട്ടറി ജയിലായിരുന്നു. അപ്പൂൻപള്ളി ബാങ്ക്. സഹകരണ ബാങ്കിന്റെ ചരിത്രം അറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസിന്റെ പോക്ക് സഹിക്കവയ്യാതെ മഹാത്മാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടണം. പക്ഷെ കോൺഗ്രസ് നെഹ്റു സ്വീകരിച്ചില്ല. പക്ഷേ നല്ല ഗാന്ധിയന്മാരെല്ലാം കോൺഗ്രസ് വിട്ടു. അവര് പിന്നെ സേവന പ്രവർത്തനം, സമൂഹ പ്രവർത്തനമായി നടക്കുകയാണ്. അവര് തുടങ്ങിയതാണ് ഐക്യനാണ്യ സംഘങ്ങൾ, ഈ സഹകരണ പ്രസ്ഥാനം. അവരുണ്ടാക്കിയ സഹകരണ പ്രസ്ഥാനം പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ് കയ്യൂക്കൊണ്ട് പിടിച്ചെടുത്തു. ഇവിടുത്തെ ആധുനിക കോൺഗ്രസുകാർ ആ സഹകരണ പ്രസ്ഥാനം പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റി, കള്ളപ്പണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. ഇന്ന് ആ സഹകരണ ബാങ്കിൽ പാവപ്പെട്ടവന്റെ അത്താണിയായ ആ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് ഞാൻ ചെന്നത് ആ ബാങ്കിന്റെ അടുത്ത് ഒരു പരിപാടിയിലേക്കാണ്. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞു 14,000 നിക്ഷേപകരുണ്ട്, അതിൽ 10 ആളുകൾ ചികിത്സിക്കാൻ പൈസയില്ലാതെ, മക്കളുടെ വിവാഹത്തിന് പൈസയില്ലാതെ നെഞ്ചുപട്ടി മരിച്ചു 10 സഹകാരികൾ. മിസ്റ്റർ പിണറായി, ആ സഹകാരികളുടെ ശാപത്തിൽ നിന്റെ പ്രസ്ഥാനം മുച്ചൂടും നശിച്ചു പോകുന്ന കാലം വിദൂരമല്ല. സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദി എന്ന് പറയുന്ന നിഷ്കാശാലിയായിട്ടുള്ള മനുഷ്യൻ ഈ കേരളത്തിലെ സഹകരണ ബാങ്ക് മാത്രമല്ല, ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ ശരത് പവാറിന്റെ മഹാരാഷ്ട്രയിലെ ബാങ്കുകൾ ഇതിനേക്കാൾ അഴിമതി പണ്ടാരങ്ങളുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി ഈ സഹകരണ പ്രസ്ഥാനം രക്ഷിക്കാൻ ഗഹനമായി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് തന്റെ മിനിസ്ട്രിയിലെ ഏറ്റവും കരുത്തനായ ആളെ സഹകരണമന്ത്രിയാക്കിയത്. അതാണ് നമ്മുടെ അമിത് ഷാ. അദ്ദേഹം സഹകരണമന്ത്രിയായപ്പോ എന്താ പറഞ്ഞത്? എന്താ അദ്ദേഹം ആദ്യം പറഞ്ഞത്? നമുക്കിത് ഡിജിറ്റലൈസ് ചെയ്യണം, ഈ അക്കൗണ്ടിൽ വരുന്ന പണമൊക്കെ ഡിജിറ്റലൈസ് ചെയ്യണം, നമുക്ക് KYC എടുക്കണം, ഡിജിറ്റലൈസ് ചെയ്യണം, റിസർവ് ബാങ്കിന്റെ കൺട്രോളിലേക്ക് വരണം, എങ്കിൽ മാത്രമേ സാധാരണ സഹകാരികളുടെ ഫണ്ട് സുരക്ഷിതമാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഈ പിണറായി വിജയൻ ഇവിടുത്തെ സഹകാരികളും പറഞ്ഞു പറ്റൂല, അന്റെ നിയന്ത്രണത്തിൽ നമ്മളില്ല എന്ന് പറഞ്ഞു. അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് BJPയുടെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ത്യയിലെ സഹകരണ നിയമം തിരുത്തിക്കുറിക്കുന്ന ഒരു പുതിയ സഹകരണ നയം കൊണ്ടുവരും. ആ സഹകരണ നിയമം വരുന്നതോടുകൂടി പ്രിയപ്പെട്ട സഹകാരികളെ, നിങ്ങൾ ബേജാറാവേണ്ടതില്ല. നിങ്ങളുടെ സമ്പാദ്യമെല്ലാം സുരക്ഷിതമായിരിക്കും. ഈ കണ്ടല കരിവന്നൂർ ബാങ്കിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ട തുക ഈട് പിടിച്ചെടുത്ത സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റിട്ടെങ്കിലും നിങ്ങളുടെ നഷ്ടം നികത്തി തരും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലെ CPM നടത്തുന്ന അഴിമതിയുടെ ഭീകരത ഞാൻ പറഞ്ഞു. പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കമ്മീഷനില്ല, സഹകരണ ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കുക, അതുപോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് പങ്കാളിയാവുക. പ്രിയപ്പെട്ടവരെ, ചോര തിളക്കുന്ന പ്രായത്തിൽ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷിക്കപ്പെട്ടത് സഖാവ് EMS പോലെ, നായനാരെ പോലെ, അച്യുതാനന്ദൻ പോലെ സത്യസന്ധനായ പൊതുപ്രവർത്തകരുടെ വ്യക്തിത്വം കണ്ടിട്ട് തന്നെയാണ്. പക്ഷേ
എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില്ലാത്ത നിലയിലുള്ള ഒരു നേതാവ് എന്ന് വന്നിരിക്കുന്നു. പിണറായി വിജയൻ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, കയ്യൊന്നുകൊണ്ട് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്റെ വരുതിയിൽ നിർത്തി ഇന്ന് പാവപ്പെട്ട സഖാക്കളെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഈ അവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ട സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇളമരം കരീമിനെ പോലെ നോക്കണം. ഇത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് പാർട്ടിയെ രക്ഷിക്കാൻ തന്നെ അതിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയെ ചെറുപ്പിക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ ഇമേജാണ്. മറ്റൊന്ന് ക്ഷേമ പദ്ധതികൾ ഇവിടെ കുറെ വിശദീകരിച്ചു കഴിഞ്ഞു. എനിക്ക് ശേഷം കുറച്ച് നാട്ടഭാഷകൾ പ്രസംഗിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. 880 കോടി ജനങ്ങൾക്ക് സൗജന്യമായ റേഷൻ കൊടുക്കുന്നു. വീട്ടിൽ 20 ലക്ഷം ഇപ്പൊ കുടിവെള്ളം എത്തിച്ചു. ഗ്യാസ് കണക്ഷൻ 11 കോടി കൊടുത്തു. 13 കോടി ടോയ്ലറ്റ് കൊടുത്തു. അങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികളുണ്ട്. പക്ഷേ ഈ പദ്ധതികളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? നരേന്ദ്രമോദിയുടെ ആരോഗ്യ യോജനകളാണ്, പദ്ധതികളാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്ത് ക്ഷേമം കിട്ടിയാലും എന്ത് വികസനം വന്നാലും ഒരു അസുഖം വന്നാൽ ഈ ആധുനിക കാലത്ത് ആളുകൾ കുടുങ്ങിപ്പോവും. പ്രത്യേകിച്ച് ക്യാൻസർ രോഗം വന്നാൽ നരേന്ദ്രമോദി അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു ലോക പ്രശസ്തമായ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിൽ 5 ലക്ഷം അതിന്റെ സുരക്ഷ. നിങ്ങളറിയോ, കേരളത്തിൽ 75 ലക്ഷം കുടുംബങ്ങൾക്ക് അതിന്റെ ആനുകൂല്യമുണ്ട്. പക്ഷെ എനിക്കറിയാം, ഉള്ളേരിയിലെന്നെ പ്രസംഗിക്കുന്ന പലരും പറയും ഞങ്ങൾക്കിപ്പോൾ അതിൽ ചേരാൻ പറ്റുന്നില്ല. ബേജാറാവണ്ട. നരേന്ദ്രമോദിയുടെ സ്വപ്നം നിങ്ങളെല്ലാവരെയും 140 കോടി ജനങ്ങളെയും ആ സ്കീമിൽ കൊണ്ടുവരണം തന്നെയാണ്. പക്ഷെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇൻഷുറൻസ് കമ്പനി സഹകരിക്കണം, ആശുപത്രികൾ വേണം. മോദി സ്വപ്നം കാണുന്നത് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്. മോദി 2014 അധികാരത്തിൽ വരുമ്പോൾ 351 മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് 752 മെഡിക്കൽ കോളേജ്. മോദി അധികാരത്തിൽ വരുമ്പോൾ എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേവലം 7 എണ്ണമായിരുന്നു. അതിപ്പോൾ 24 എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവസാനത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ 4 മാസം മുമ്പ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മോദി അധികാരത്തിൽ വരുമ്പോൾ MBBS സീറ്റ് 50,000 ആയിരുന്നു. ഇപ്പോൾ 1,10,000. ഇതാണ് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്. പക്ഷേ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്കും എല്ലാവർക്കും, എന്റെ പ്രസംഗിക്കുന്ന എല്ലാവർക്കും ആരോഗ്യ രംഗത്ത് നരേന്ദ്രമോദിയുടെ കരുതലുണ്ട്. അതാണ് ജനൌഷധി മെഡിക്കൽ ഷോപ്പ്. അതിന്റെ പ്രാധാന്യം നിങ്ങൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയാം. അതിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിയത് എന്റെ ഉമ്മയാണ്. അത് ഉമ്മയാണ് എനിക്ക് പ്രസംഗിച്ചത്. ഞാൻ പറയാൻ പോകുന്ന അടുത്ത പോയിന്റ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചൊരു പ്രസംഗമാണ്. എന്റെ ഉമ്മാന്റെ ഫ്രണ്ട് ഉണ്ട്, അയൽവക്കത്തൊരു മുത്തശ്ശി. അവർക്കില്ലാത്ത സുഖമില്ല. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. 1 മാസം 10,500 മരുന്ന് വേണം. സമ്പന്നരാണ്, പക്ഷെ പേരക്കുട്ടികൾക്ക് പോലും വിഷമാണ് മാസം 10,500. അങ്ങനെയാണ് മോദിയുടെ ജനൌഷധിയെ കുറിച്ച് അവർ പറഞ്ഞത്. കുട്ടികൾ അവിടെ മരുന്ന് ചീട്ടായി പോയപ്പോ ഞെട്ടിപ്പോയി. 10,500 മരുന്ന് 1,200 കിട്ടാൻ തുടങ്ങി. ആ മുത്തശ്ശി ഇപ്പൊ ചെയ്യുന്നുണ്ടെന്നറിയോ? എല്ലാ ദിവസവും സന്ധ്യാനേരത്തെ പൂജാമുറിയിൽ ചെന്ന് സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ മുമ്പിൽ നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള മുത്തശ്ശിമാരുടെ പ്രാർത്ഥന മാത്രം മതി നരേന്ദ്രമോദി 3ാമതും ഇന്ത്യയിൽ ജയിച്ചു വരാൻ. ഇന്ത്യയിൽ 54 കോടി ആളുകളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി. കേരളത്തിൽ 11,000 ജനൌഷധി മെഡിക്കൽ ഷോപ്പുണ്ട്. കേരളത്തിൽ 1000-ഓളം ഉണ്ട്. ഇതിനകം 23,000 കോടി രൂപയുടെ ആനുകൂല്യം രോഗികളുടെ പോക്കറ്റിലേക്ക് വന്ന ഒരു മഹത് പദ്ധതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നരേന്ദ്രമോദി കൈവക്കാൻ മേഖലയില്ല. ഇവിടെ ഭാസ്കരൻ പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് പ്രസംഗിക്കുന്നത്. എന്തായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാലത്ത് ഹജ്ജ് കട്ടുമുടിക്കലായിരുന്നു. ഒരു സീസണിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ 100 കോടി രൂപ ഉണ്ടാക്കാം. ഇപ്പം എല്ലാം പഴുതടച്ച് നരേന്ദ്രമോദി എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് ഒരു നയ പൈസ ഒരാൾക്കും കട്ടുകൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലേക്ക് അതിന്റെ രൂപവും ഭാവവും മാറ്റി. ഞങ്ങൾ ചെയർമാനായി വരുന്നതിന് മുമ്പ് അവിടെ നടത്തിയിട്ടുള്ള അഴിമതിക്ക് നേതൃത്വം നൽകിയ
നൽകിയ സിഇഒയെയും 2 ഡെപ്യൂട്ടി സിഇഒയെയും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യില്ല, ഡിസ്മിസ് ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നരേന്ദ്രമോദി. എന്റെ പ്രസംഗം ദൂരം മാറി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ, നിങ്ങളും തിരിച്ചറിയണം, നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരല്ല. നിങ്ങൾ അറിയുമോ, മുമ്പ് കോൺഗ്രസിന്റെ കാലത്ത് കുറച്ച് ഹജ്ജിന് പോകാൻ VIP പരിഗണനയായിരുന്നു. VIP 8ഉം 10ഉം തവണ അപേക്ഷ കൊടുത്ത തിരുവാൻ പറ്റാത്ത പാവങ്ങളുടെ നാടാണ് ഇന്ത്യ. എന്നാൽ ചില VIPകൾക്ക് ചെയർമാന്റെ, മന്ത്രിയുടെ, കമ്മിറ്റി അംഗങ്ങളുടെ, രാഷ്ട്രീയക്കാരുടെ പിന്തുണയോട് കൂടി പോകാൻ പറ്റും. നരേന്ദ്രമോദി പറഞ്ഞു, അബ്ദുള്ള കുട്ടി, അള്ളാന്റെ മുമ്പിൽ എല്ലാരും ഒരുപോലെയാണ്, ദൈവത്തിന്റെ വിളിയുള്ള പോയാ മതി അച്ഛന് എന്ന പത്ത് ഇറക്കിയ നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ്. നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി കൈവക്കാത്ത ഒരു മേഖലയില്ല. എല്ലാ മേഖലകളെയും ജനപക്ഷത്ത് കൊണ്ടുവരാൻ, സത്യസന്ധമാക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്തെ പുണ്യഭാരതത്തെ ഒരു വികസിത സമ്പന്ന രാജ്യമാക്കി മാറ്റാൻ സർവശക്തി ഭൂമിയിലേക്ക് പറഞ്ഞയച്ച രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി. യാതൊരു സംശയവുമില്ല. നമ്മുടെ പുണ്യം, നമ്മുടെ ഭാഗ്യമാണ്. വികസന പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര മനോഹരമാണ്. വികസന പ്രവർത്തനത്തിന് കഴിയും കണക്കില്ല. നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന റോഡിനെ പറ്റി പറയണം, എയർപോർട്ടിനെ പറ്റി പറയണം, അതുപോലെ തന്നെ റെയിലിനെ പറ്റി പറയണം. റെയില്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഒരു എയർപോർട്ട് പോലെ മൊഞ്ചുള്ള ഒരു എയർപോർട്ടായി കാണാൻ പോവാണ്, പണ്ട് തുടങ്ങി. അതുപോലെ തന്നെ വടകര റെയിൽവേ സ്റ്റേഷൻ അതിമനോഹരമായ എയർപോർട്ടാണ്. വന്ദേ ഭാരത് ട്രെയിൻ വിമാനം പോലെ സുന്ദരിയാണ്. എത്ര വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾ മൂക്ക് പറ്റി നിൽക്കണമായിരുന്നു. ട്രെയിനിൽ നിന്നുള്ള മലമൂത്രമൊക്കെ പാളത്തിൽ വന്ന് കിടന്ന് മലീമസമാക്കിയ നാടാണ് നരേന്ദ്രമോദി. ചെറിയൊരു ടെക്നിക്കൊണ്ട് അത് മുഴുവൻ ആധുനികവൽക്കരിച്ചു. ഇപ്പോൾ നമ്മുടെ പാടങ്ങളൊന്നും മലിനമാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 74 എയർപോർട്ടിൽ നിന്ന് 145 എയർപോർട്ട്, അവസാനത്തെ എയർപോർട്ട് വന്നത് സാക്ഷാൽ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകം. നരേന്ദ്രമോദിക്ക് ഒരു സ്വപ്നമുണ്ട്, എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പുണ്യഭൂമിയായിരുന്നു, ഹൃദയഭൂമിയാണ് UP. നിങ്ങൾക്കറിയുമോ, ലോക ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതാണ്? യഹൂദന്മാർക്കും ക്രിസ്ത്യാനികളുടെയും പുണ്യഭൂമി ജെറുസലേമായിരുന്നു. മുസ്ലിങ്ങളുടെ പുണ്യഭൂമി മക്കയും മദീനയും പോലെ ഈ പുണ്യഭാരതത്തിലെ മഹത്തായ ഭൂമിയാണ് ശ്രീരാമ ജന്മഭൂമി. ഞാൻ പറയട്ടെ, മക്കയും മദീനയും പോലെ, ജെറുസലേം പോലെ നരേന്ദ്രമോദി ഭൂമിയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ്. സാക്ഷാൽ ശ്രീരാമ ചന്ദ്രന്റെ പുണ്യഭൂമി അയോധ്യ. ആത്മീയ ടൂറിസത്തിന്റെ നാടാണ്, കാലമാണിത്. മോദി പറഞ്ഞത് അയോധ്യയിലെ എല്ലാ അമ്മമാരെയും ഞാൻ ടൂറിസ്റ്റ് എന്റർപ്രണറാക്കി മാറ്റാൻ പോവാണ്. എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമ്മുടെ വയനാട്ടിലെ ആദിവാസിയിലെ ഊരിലെ അമ്മമാരെ നരേന്ദ്രമോദി പറയുന്നു, BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നു, ഞങ്ങൾ അവരെ ഹോസ്പിറ്റാലിറ്റി എന്റർപ്രണർമാരാക്കും. അവരുടെ വീട്, അവരുടെ അവരുടെ കുടില് ഹോം സ്റ്റേ ആക്കി മാറ്റാൻ പോവുകയാണ്. അതിനവർ പ്രൊമോട്ട് ചെയ്യും, അതിനെ അവർ സപ്പോർട്ട് ചെയ്യും. ലോകം മുഴുവൻ അയോധ്യയിലേക്ക് ആത്മീയ ടൂറിസത്തിന്റെ ഭാഗമായി ഒഴുകിയെത്താൻ പോകുന്നു. എന്തുകൊണ്ട് അയോധ്യ ഇങ്ങനെ പിറകോട്ട് പോയി? എന്തുകൊണ്ട് ഈ പുണ്യഭൂമി അവഗണിക്കപ്പെട്ടു? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു നിരീശ്വരവാദിയായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ മക്ക, മദീന പോലെ, ജെറുസലേം പോലെ ലോകം മുഴുവൻ ആത്മീയവാദികൾ മുഴുവൻ ഒഴുകിയെത്തുന്ന ഒരു മഹാകേന്ദ്രമായി ശ്രീരാമ ജന്മഭൂമി മാറുകയായിരുന്നു. അപ്പൊ നരേന്ദ്രമോദിയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അയോധ്യയിലെ 145-ാമത്തെ വീണ്ടും നമ്മുടെ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 250 പുതിയ എയർപോർട്ടുകൾ വരുന്നു. അതിൽ നമ്മുടെ സാക്ഷാൽ ശബരിമല എയർപോർട്ടും ആ കൂട്ടത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മോദിക്ക് ഒരു സ്വപ്നമുണ്ട്. 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറണം. ആ വികസിത സങ്കല്പത്തിലേക്കുള്ള യാത്രയിൽ ഇന്ത്യക്ക് വളർന്നുയരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചിറകുകൾ നിർമ്മിക്കുകയാണ് നരേന്ദ്രമോദി.
തന്റെ നിലപാടിൽ. അതിന്റെ ഒരു വലിപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 2014 കോൺഗ്രസ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നോക്കണം, മോദി വരുന്നതിന് മുമ്പ് കോൺഗ്രസ് അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ബജറ്റ് തുക 1,70,75,000 കോടി രൂപയാണെങ്കിൽ 1.25 കോടിയാണെങ്കിൽ ഈ ഏറ്റവും അവസാനം ബഡ്ജറ്റിന് മുമ്പ് ഇലക്ഷന് മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസൽ 11 ലക്ഷം കോടിയാണ് എന്ന് നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും യുവാക്കളെ. 1.25 ലക്ഷം കോടിയിൽ നിന്ന് 11 ലക്ഷം കോടിയിലേക്ക് ഇന്ത്യ വികസിക്കുകയാണ്. ഞാൻ ഭൂമിയിലെ ഏറ്റവും ഇടുങ്ങിയ റോഡ് കണ്ടത് എവിടെയെന്നറിയോ? ഈ പിണറായി വിജയൻ നാട്ടിലാണ്, കോടിയേരിന്റെ നാട്ടിൽ തലശ്ശേരിയിൽ. ആ മെയിൻ റോഡിലെ ഇടക്ക് കൂടി നിങ്ങൾ പോയിട്ടുണ്ടോ? 1 മണിക്കൂർ കൊണ്ട് മാഹിയിൽ നിന്ന് തലശ്ശേരി ക്രോസ് ചെയ്യാം. അത് പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിലെ 6 വരി പദ്ധതി ആദ്യം ഉദ്ഘാടനം ചെയ്തത് മുഴപ്പലങ്ങാട് മാഹി ബൈപ്പാസ് ആണ്. 18 കിലോമീറ്റർ. ഇപ്പൊ 18 മിനിറ്റ് കൊണ്ട് ആ കുരുക്ക് രക്ഷപ്പെടാൻ കഴിയും. വെക്കേഷനാണ്, അമ്മമാരെ ഒരു കാറും എടുത്തിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ അങ്ങോട്ടേക്കെല്ലാം പോകണം. ആ റോഡും കൂടി പോയിട്ട് സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണം. അത്ര മനോഹരമാണ്, കുട്ടികൾക്ക് ആവശ്യമാണ്. ഇതുപോലെ ഇന്ത്യ മുഴുവൻ വികസനം നടന്നുകൊണ്ടിരിക്കുക. ഈ റീച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മുടെ കണ്ണൂരിൽ ഒരു പുതിയ പ്ലെയിനുണ്ട്, പിണറായി വിജയന്റെ മരുമോൻ റിയാസ് മോൻ ഒരു സെൽഫി എടുത്തിട്ട് പറഞ്ഞു, ഈ റോഡ് നമ്മുടെ അമ്മോച്ചക്കാന്റെ വകയാണ്. എന്റെ റിയാസ് മോനെ, ഇതിന്റെ അമ്മോച്ചക്കാന്റെ വകയല്ല, ഇത് നരേന്ദ്രമോദിന്റെ വകയാണ്. നീ 18 കിലോമീറ്ററേ കണ്ടിട്ടുള്ളൂ, നീ കിണറ്റിൽ തവളയാണ് റിയാസെ, നീ വാ. കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദി 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് 50,000 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ ആണ്. 50,000 കിലോമീറ്റർ. ബിജെപിയുടെ പുതിയ പ്രകടന പത്രികയിൽ പറയുന്നത് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 15,000 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കുമെന്നാണ്. ഇതാണ് നരേന്ദ്രമോദിയുടെ വികസനം. ഈ വികസനം യുവാക്കൾക്കൊക്കെ ഇഷ്ടമാണ്, ജനങ്ങൾ കൈയടിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷേമത്തിന് വികസനത്തിന് ഒരു വോട്ട് വേണ്ട. എന്റെ പ്രസംഗം കേൾക്കുന്ന ബിജെപിയുടെ എതിരാളികളായിട്ടുള്ള സാധാരണ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് രമേശ് ഉൾപ്പെടെ കുറച്ച് ആളുകൾ നിങ്ങൾ ജയിപ്പിച്ചതാണ്. ഞങ്ങൾ കാണിച്ചു തരാം. ഈ കേരളം ഞങ്ങൾ മാറ്റി കളയും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചിട്ട് 4 ലക്ഷം കോടി കടമാണ് കേരളത്തിന്. കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആകെ ലോട്ടറിയുടെയും മദ്യത്തിന്റെയും വരുമാനം കൊണ്ട് എങ്ങനെ തട്ടിമുട്ടി പോകും? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന നാടായി കേരളം മാറി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വികസന വിരുദ്ധ രാഷ്ട്രീയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം എന്താ? കുറച്ച് എംപിമാരെ ജയിപ്പിച്ചതാണ്, മാറ്റി മറിച്ചതാണ്. ഒരു 4 വർഷം കൊണ്ട് കേരളത്തിന്റെ 4 ലക്ഷം കോടി കടം തീർക്കാനുള്ള ടെക്നിക്ക് ഞങ്ങൾ നരേന്ദ്രമോദി ടീമിന്റെ മനസ്സിലുണ്ട്. 1, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ കോറിഡോർ നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ്. ആ വ്യവസായ കോറിഡോറിന് കേരളത്തിൽ ചെയ്യുന്നതറിയാം. 160 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥലം എടുക്കുകയായിരുന്നു. പിണറായി വിജയന്റെ ഉച്ചിന്റെ വേഗതയാണ്. അതെടുത്തു തന്നാൽ ഞങ്ങൾ അതിന് ചുറ്റും കൊച്ചു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങും. അവിടെ നിന്നുള്ള വരുമാനവും തൊഴിലും മാത്രം മതി 1 ലക്ഷം കോടിയുടെ കടം എടുത്തത് 2 കൊല്ലം നമുക്ക് തീർക്കാൻ പറ്റും. മറ്റൊന്ന്, കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? കാർമേഘങ്ങളാണ്. ഏതുപോലെ ഗൾഫ് നാടുകളിൽ മരുഭൂമികളിൽ ഭൂമിക്കടിയിൽ ചൂടോരായിരുന്നു ദൈവർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് പെട്രോൾ ഡോളറിന്റെ നാടായി ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നമായത്. ഈ കാർമേഘങ്ങൾ മഴയായി പെയ്തു പോവുകയാണ്, ഉപ്പുള്ളതാണ്. അത് കൃത്യമായി സംഭരിക്കുകയാണെങ്കിൽ, കുടിവെള്ളം മാർക്കറ്റ് ചെയ്താൽ മാത്രം മഴവെള്ള ഡോളറിന്റെ നാടായി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് 2 ലക്ഷം കോടിയുടെ കടം തീർക്കാൻ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒരാശയമുണ്ട്. നിങ്ങളുടെ ചാൻസ് ഞങ്ങൾക്ക് തീർന്നിട്ടില്ല. ടൂറിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ടൂറിസത്തിന് ഒപ്പിച്ച സാധ്യതയുള്ള നാടാണ് കേരളം. നരേന്ദ്രമോദിക്ക് ഒരു സ്വപ്നമുണ്ട്. അടുത്ത് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഇലക്ട്രോണിക്സ് യന്ത്രത്തിന്റെ ഹബ്ബാക്കി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതി കേന്ദ്രമാക്കി മാറ്റണം എന്ന സ്വപ്നമുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തിൽ ആദ്യം ചന്ദ്രശേഖരനെ ജയിച്ചതാ. ഞങ്ങൾ ഈ കേരളത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഹബ്ബാക്കി മാറ്റും. ഈ കേരളത്തെ രക്ഷപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ടൂറിസം കൊണ്ട്
കോറിഡോർ കൊണ്ട് കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണം. FD രമേശിനെ ജയിക്കണം. വികസനത്തിന്റെ ഐശ്വര്യത്തിന് സിദ്ധമായ നരേന്ദ്രമോദിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.